കിരീടം എന്ന സിനിമ ഇപ്പോൾ 37 ഇയേഴ്സായി റിലീസായിട്ട്. പക്ഷേ ഞാൻ എവിടെ പോവുകയാണെങ്കിലും ഇപ്പോഴും അതിലെ ദേവിയെ പറ്റിയാണ് എപ്പോഴും എന്നോട് ആൾക്കാർ പറയാറ്. അതെനിക്ക് അന്ന് തൊട്ട് ഇന്ന് വരെ അപ്രിസിയേഷൻ കിട്ടിയ ഒരു ക്യാരക്ടറാണ്. എന്നെ 2-3 ദിവസം മുമ്പ് സിബി സാർ വിളിച്ചപ്പോൾ ഞാൻ ഉറപ്പായിട്ടും വരാമെന്ന് പറഞ്ഞു. കാരണം എനിക്കൊരു കടം വീട്ടാനുണ്ട്. ഞാൻ ഇത്രയും വർഷമായിട്ട് ആരോടും ഞാനൊരു നന്ദി ഇതുവരെയും പറഞ്ഞിട്ടില്ല. എന്നെ വിശ്വസിച്ച് ഈ ഒരു ക്യാരക്ടർ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിന് സിബി സാറിനോട്, ഉണ്ണിച്ചേട്ടൻ, ദിനേശ് പണിക്കർ, വിജയകുമാർ സാർ, എല്ലാവരോടും, കുമാർ സാർ, എല്ലാവരുടെയും പേര് പറയണമെന്നുണ്ട്. ഏറ്റവും കൂടുതൽ ലാലേട്ടൻ്റെ അടുത്ത് ഏറ്റവും നല്ലൊരു സപ്പോർട്ടിങ് കോസ്റ്റാറായിട്ട് നിന്നതിന് എനിക്കറിയില്ല ഇതിൽ കൂടുതൽ എന്താ പറയേണ്ടതെന്നുള്ളത്. വളരെ സന്തോഷമുണ്ട്. തിരിച്ചും ഈ ഒരു എല്ലാവരെയും കാണാൻ സാധിച്ചതിലും ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയില്ല. താങ്ക് യു സോ മച്ച്. പഴയ എൻ്റെ കൂടെ അഭിനയിച്ചവരെ ഓർത്ത് സങ്കടമുണ്ട്. പുതിയ രീതിയിൽ ഇങ്ങനെ വലിയ സന്തോഷമുണ്ട്. എന്തായാലും നമ്മളെ വിട്ടു പിരിഞ്ഞു പോയവരെ ഓർക്കാൻ അവർ പരലോകത്തിരുന്ന് ഒരു പക്ഷേ ഈ സംഭവങ്ങൾ കാണുന്നത് സന്തോഷമില്ല. അവർക്ക് വേണ്ടി നമുക്കൊരു 30 സെക്കൻഡ്സ് എണീക്കുന്ന ഒരു മൗനം. മുമ്പാണ് കിരീടം ഇറങ്ങുന്നത്. അന്ന് ഉണ്ടായിരുന്നവരിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ജീവിച്ചിരിക്കുന്നത് ശ്രീ മോഹൻലാലും, പാർവതിയും, ഞാനും, ജഗദീഷും, ഉഷയും. ബാക്കി എല്ലാവരും നമ്മളിവിടെ പോയിരിക്കും. അപ്പൊ ഇപ്പോഴും ഞാൻ ആ പടത്തിന്റെ കാര്യങ്ങളിലെ സെറ്റിലെ കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിക്കുന്നു. അപ്പം സിബി മലയിൽ നിന്നുള്ള ഡയറക്ടറുടെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു പുള്ളി എങ്ങനെയുള്ള ഒരാളായിരിക്കും, വളരെ സീരിയസ് ആയിരിക്കുമോ, അതും ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നത്, സെറ്റ് ഇടൂല വിനയം, അങ്ങനത്തെ ഒരാളാണോ അതോ ദേഷ്യക്കാരനാണോ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു പടത്തിന്റെ ഷൂട്ടിങ്ങും ചിത്രാഞ്ജലി നടക്കുമ്പോൾ നെടുമുടി വേണു ഡയറക്റ്റ് ചെയ്യുന്ന ഒരു മലയാളത്തിൽ ആദ്യത്തെ ഒരു സീരിയൽ ഉണ്ടായിരുന്നു, കൈരളി വിലാസം. അപ്പോൾ അതിന്റെ ഷൂട്ടിംഗ് സമയത്ത് അവിടെ ഒരു കുരങ്ങനെ കൊണ്ട് കിട്ടി. അപ്പോൾ ആ സെറ്റില് എന്തോ ആവശ്യത്തിന് നെടുമുടി ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് അരവിന്ദൻ വരുന്നുണ്ട്, ഡയറക്റ്റ് അരവിന്ദൻ. അപ്പം അദ്ദേഹം വളരെ സോഫ്റ്റ്, അങ്ങനെ സംസാരിക്കുന്നില്ല. അത് ഞാൻ വിചാരിച്ചു സെറ്റായിരിക്കും, അതുകൊണ്ടായിരിക്കും. അദ്ദേഹം അവിടെ സെറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ അവിടെ കെട്ടിയിരുന്ന കുരങ്ങ് ചാടി അദ്ദേഹത്തിന്റെ തോളിൽ ഇരുന്നിട്ട് താടിയിൽ മുടിയിലൊക്കെ വെച്ചു. ആരായാലും അയ്യോ അമ്മ അപ്പോ അത് പിടിച്ചു മാറ്റണമെന്ന് പറയും. അപ്പോഴും അരവിന്ദൻ ആരാ എൻ്റെ ആള്, ഇത് ഒന്ന് മാറ്റിക്കൂടെ, ആരാ ഇത് എന്ന് പറയും. അപ്പോഴത്തേക്ക് അദ്ദേഹം അവിടെ കൊണ്ട് കെട്ടിയ ചെട്ടിയായിരുന്ന ഒരാള് കുരങ്ങനെ പിടിച്ചു മാറ്റി. അപ്പൊ അദ്ദേഹം ചോദിച്ചു എന്തിന് ഇതിനെ വളർത്തുന്നത്. അപ്പോൾ ആ ചെട്ടിയാരോ ആണ് ഒരു കൗതുകം. അപ്പൊ ഞാൻ സിബിയാണ് അറിയാനുള്ളത്. അപ്പൊ ഈ കിരീടത്തെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ബാലാജി സാറിന്റെ ബർത്ത്ഡേ ആണ് അന്ന്. അപ്പോൾ ചെന്നൈയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ശ്രീ മോഹൻലാലിനോട് ഞാനും പോയി, ഞാൻ വിളിച്ചിരുന്നത്. അപ്പോൾ ഈവനിങ് ഫ്ലൈറ്റിന് പോകുന്ന അവിടുത്തെ അന്നത്തെ ഡിന്നർ അറ്റൻഡ് ചെയ്ത് മോർണിംഗ് ഫ്ലൈറ്റിന് വരണം, പിറ്റേന്ന് സീനെ കൊള്ളാം. അങ്ങനെ ഞാൻ അവിടെ വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് ഞങ്ങൾ പോയി അവിടത്തേക്ക് അറ്റൻഡ് ചെയ്തു. പിറ്റേന്ന് എയർപോർട്ടിൽ വന്നപ്പോഴത്തേക്കും എല്ലാവരുടെ ടിക്കറ്റും ഓക്കെ, എൻ്റെ ടിക്കറ്റും ഓക്കെ ഇല്ല. ഞാൻ മോഹൻലാലിട്ടൊക്കെ കോമ്പിനേഷൻ സീനുള്ളത് ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ മോഹൻലാലിൻ്റെ അച്ഛനുണ്ട് ഫ്ലൈറ്റിൽ, സാറുണ്ട്. അപ്പം ലാലി എന്ന് റിക്വസ്റ്റ് ചെയ്ത് അച്ഛൻ്റെ ടിക്കറ്റ് ഒരു യാത്ര ചെയ്തോട്ട് അതേപോലെ ഓക്കെ ഷൂട്ടിംഗ് നടക്കുന്നത്. പക്ഷെ അവിടെ എയർപോർട്ടിൽ അവർ സമ്മതിച്ചില്ല. വെയിറ്റിംഗ് ലിസ്റ്റ് സ്ഥിരം 10 പോകുന്നതാണ്. അന്ന് എൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് 1 ഞാൻ പോയില്ല. അങ്ങനെ ഇവരെല്ലാം പോയി. ഞാൻ ചെന്നൈയിൽ അന്നത്തെ മദ്രാസിൽ അവിടെ നിന്നുപോയി. പിറ്റേ ദിവസം ഫ്ലൈറ്റിനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ സീൻ ഷൂട്ടിങ്ങിന് ഞാനില്ലാത്ത സീൻ എന്ത് വന്നോടനെ എന്നെ സിബി കൊല വിളിക്കും, അതാണ് ഇതാണെന്നൊക്കെ കരുതി. അങ്ങനെ ഞാൻ പേടിച്ച് സെറ്റിൽ ചെന്നു. മാർക്കറ്റാണ് സെറ്റ് ഇടുന്ന സമയത്ത്. സെറ്റിൽ ചെല്ലുമ്പോൾ അന്ന് ഷൺമോഹണ്ണനാണെന്ന് എൻ്റെ പ്രൊഡക്ഷൻ ചീഫ് മാനേജർ. വളരെ ടെററാണ് പുള്ളി, എല്ലാവരും ഫയർ ചെയ്യും ഒക്കെ ചെയ്യുന്നത് ടെററായിരുന്നു. അപ്പോൾ പുള്ളി എന്ത് പറയുന്നുള്ള സംഭവം പുള്ളി വന്ന ഉടനെ എന്നെ കണ്ടിട്ട് മെയിൻ ചെയ്യുന്നില്ല. നന്നായി ഒരു ദിവസം ഷൂട്ട് ചെയ്ത് നിർത്തിയല്ലോ. ഇവിടെ മാർക്കറ്റിൽ ആൾക്കാരെ വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ അടുത്തത് സിബിയുടെ കൂടെയാണ്. ഇനി അത് അദ്ദേഹത്തിൻ്റെ വായന കൂടെ ഞാൻ പത് കാണുന്നത് സോറി പുള്ളി സ്ഥിരം കാണുന്നത് സോറി, അത് കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തെടുത്തില്ല, അതിൻ്റെ ക്ലോസപ്പ് എടുത്തത് കുഴപ്പമൊന്നുമില്ല, എല്ലാം നന്നായിരുന്നു ലൊക്കേഷൻ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സിബി ഒറിജിനലി അങ്ങനെയാണ്. അരവിന്ദൻ്റെ കാര്യം പറഞ്ഞു, അല്ലാതെ ഒരു സെറ്റല്ല,
ഒരു പ്രിട്ടൻഷൻ ചെയ്ത് അഭിനയിക്കുന്ന രീതി എന്ന് അത് അവിടെ നടന്നൊരു സംഭവം 37 വർഷം കൊണ്ട് ഞാൻ ആലോചിച്ചു. ഇപ്പൊ ഞാൻ എന്നെ കണ്ടപ്പോൾ എനിക്ക് ഇപ്പോ ഈ നിൽക്കുന്ന ആക്ഷനിൽ ഞാൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, മോഹൻലാലിന്റെ എക്സ്പ്രഷൻ ജഗദീശൻ നല്ലൊരു അടി കണ്ടിട്ട് എത്ര ആരായി എന്ന് പറയുന്നത് ഒരു ഷോർട്ടാണ് നിങ്ങൾ മനസ്സിലായി. എന്തായാലും കിരീടം ഒരു വലിയ ട്രെൻഡ് സെക്ടർ ആയിരുന്നു അന്നത്തെ കാലത്ത്. ഇന്നും ആൾക്കാരുടെ നെഞ്ചിൽ നോവായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് സേതു. അതൊരു സേതുമാധവൻ നമുക്ക് മറക്കാൻ പറ്റില്ല. ഇതിന്റെ 2ാം ഭാഗം ആയിട്ട് ചെങ്കോൽ വന്നപ്പോൾ നജീബും ജഗദീഷിന്റെ കൂട്ടുകാരൻ ഞങ്ങൾ രണ്ടുപേരും അതിലും ഉണ്ടായിരുന്നു. അപ്പൊ ആ പടം ഇപ്പോൾ നല്ല രീതിയിൽ അന്ന് കണ്ട മാതിരിയല്ല, നമ്മൾ പുതിയൊരു എന്താ പറയാ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ഇപ്പോഴത്തെ പടം. ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ ഇതിനകത്ത് കണ്ട കളർ ഷീൽസ് എല്ലാം ഉണ്ടല്ലോ, അതൊക്കെ അന്നത്തെ ഷീൽസ് ഒന്നും ഇല്ല. അന്നത്തെ ഇങ്ങനെ കുറച്ച് ഷീൽസേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഇവിടെ കണ്ട ക്ലാരിറ്റി ഷീൽസ് എല്ലാം ഇവിടെ ബോണി അദ്ദേഹമാണ് ഇതിനെല്ലാം കറക്റ്റ് ചെയ്തേണ്ടത്. ഇപ്പോഴത്തെ അന്ന് ഡിജിറ്റൽ ക്യാമറയും ഇല്ല, സ്റ്റില്ലെടുക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം ഭംഗിയായിട്ട് വന്നിട്ട് അതുപോലെ തന്നെ പിക്ചർ ക്വാളിറ്റി ഇപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് സീൻസ് ബോണി എന്നെ വിളിച്ച് കാണിച്ചു. ബോണി എൻ്റെ എങ്ങനെ വരികയെന്ന് പറഞ്ഞാൽ എൻ്റെ ചോട്ടാ മുമ്പ് റിലീസ് ചെയ്തപ്പോഴും നല്ല ക്വാളിറ്റി ആയിരുന്നു പടം, നല്ല സൂപ്പർ. അതുപോലെ തന്നെ റിലീസിന് ഈ പടം നല്ല അഴകായിട്ട് വന്നിട്ടുണ്ട്. പടത്തിന് അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള പടമായിരിക്കും. എന്തായാലും ഇവിടെ ഇന്ന് ഇത് റിലീസ് ചെയ്യാൻ തോന്നിയവരുടെ മനസ്സിൽ നല്ല ചിത്രങ്ങൾ അങ്ങനെ പറയണം. നമസ്കാരം. കിരീടവുമായി എനിക്ക് ആത്മബന്ധമാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്. കിരീടം എന്ന ചിത്രത്തിനാണ് ലൊക്കേഷൻസ് എല്ലാം തന്നെ ലാൻഡ്മാർക്കായി മാറിയത്. കിരീടം പാലം, കിരീടം പലവ്യഞ്ജനക്കട, കിരീടം ജംഗ്ഷൻ, കിരീടം. എൻ്റെ വീട് കുറേ കാലം അറിയപ്പെട്ടിരുന്നത് കിരീടം ഷൂട്ട് ചെയ്ത വീടിൻ്റെ ഓപ്പോസിറ്റ് വന്നാൽ മതി ജഗദീഷിൻ്റെ വീട് മനസ്സിലാവുന്നതാണ് പറഞ്ഞത്. അങ്ങനെ ലാൻഡ്മാർക്ക്. കിരീടം ഉണ്ണി, കിരീടം ആ സിനിമയുടെ പേരിൽ തന്നെ കിരീടം ഉണ്ണി. ഉണ്ണി ദിനേശും എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. ഉണ്ണി എൻ്റെ കൂടെ പഠിച്ചാണ്. ദിനേശ് അന്ന് വീഡിയോ കാസറ്റ് ലൈബ്രറി നടത്തിയിരുന്ന ചാനൽ 12 എന്ന് പറയുന്ന ലൈബ്രറി നടത്തിയിരുന്ന ദിനേശ്. അങ്ങനെ ഒരുപാട് പടങ്ങൾ ദിനേശിൻ്റെ ലൈബ്രറിയിൽ നിന്നാണ് ഞാൻ എടുത്ത് കണ്ടിട്ടുള്ളത്. പിന്നെ അടുത്ത സംഭവം എന്ന് പറയുന്നത് സെബി എൻ്റെ ആദ്യ കഥ ശ്രീനിവാസൻ തിരക്കഥയാക്കുമ്പോൾ അതിന് സംവിധായകനായി വന്നത് സിബി മലയിലാണ്. ഓർഡർ ദമ്മാവ ആളറിയാം എന്ന് എൻ്റെ ആദ്യ അല്ലെങ്കിൽ 2ാമത്തെ ചിത്രത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ആ രീതിയിലെല്ലാം തന്നെ ആത്മബന്ധമുണ്ട്. ശവനാട്സ് വിജയകുമാർ എന്ന് പറയുന്ന വ്യക്തി തിരുവനന്തപുരത്തുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും തന്നെ പ്രിയദർശൻ പരിചയപ്പെടുത്തി തന്ന വലിയ പ്രൊഡ്യൂസർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടറാണ്. കലാഹൃദയമുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ. എന്താ പറയുക, എ ട്രൂ ജെന്റിൽമാൻ. എല്ലാ അർത്ഥത്തിലും വളരെ സ്വീറ്റ് ആയിട്ടുള്ള ബിഹേവിയർ. ഏത് ടെൻഷനും എന്ത് ടെൻഷൻ വന്നാലും അതൊന്നും മുഖത്ത് പ്രകടിപ്പിക്കാതെ ലെറ്റ്സ് സീ ജയ് വിദേശത്തായിരുന്നോണ്ട് ഹിന്ദിയൊക്കെ ഒരുപാട് സംസാരിക്കും. ജി എല്ലാത്തിനും ആരംഭിച്ചു. പിന്നെ മോഹൻലാലിന്റെ ജ്യേഷ്ഠൻ എൻ്റെ കൂടെ പഠിച്ചാണ് പ്യാർലാൽ. അന്ന് തൊട്ട് ആ കുട്ടിക്കാലം മുതൽ തന്നെ മോഹൻലാലിനെ എനിക്ക് അടുത്ത് പരിചയമുണ്ട്. പ്രിയദർശനെ അറിയാം, MG ശ്രീകുമാറിനെ അറിയാം. അങ്ങനെ തിരുവനന്തപുരത്ത് തൈക്കാട് പ്രദേശത്തുള്ള എല്ലാവരും അറിയാം. രസകരമായിട്ടുള്ള സംഭവങ്ങൾ മണിയമ്പിള്ള രാജ് പറഞ്ഞു. കിരീടവുമായി ബന്ധപ്പെട്ട ഒരു രസകരമായ സംഭവം എന്ന് പറയുന്നത്, എൻ്റെ വീടിൻ്റെ അടുത്ത് ഉള്ള ഒരു കടയിലാണ് നൈറ്റില് ലാല സേതുമാധവൻ ഉറങ്ങിക്കിടക്കുന്നത്. തിലകൻ ചേട്ടൻ വന്ന് ടോർച്ച് അടിച്ച് നോക്കുന്നത്. അതേപോലുള്ള ആ സീനുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു വിദ്യാർത്ഥിയെ പോലെ ഞാൻ നോക്കി നിൽക്കുമായിരുന്നു. ക്യാമറാമാൻ കുമാറിൻ്റെ അതിവിദഗ്ധമായ ക്യാമറ വർക്ക്, ക്യാമറ ചലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോഹൻലാലിൻ്റെയും തിലകൻ ചേട്ടൻ്റെയും മുഖത്ത് മിന്നി മറയുന്ന വികാരങ്ങൾ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ, ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ അത്ഭുതത്തോടെ ആവേശത്തോടെ ഞാൻ നോക്കി കണ്ടിട്ടുണ്ട്. ആ മാർക്കറ്റ് ഫൈറ്റ് എന്നൊക്കെ പറയുന്ന ആ സമയത്തുള്ള ഗ്ലിസറിൻ ഇടാതെ തിലകൻ ചേട്ടനും മോഹൻലാലും ഒക്കെ അഭിനയിക്കുന്നത് കണ്ട് കോരിത്തരിച്ചിട്ടുണ്ട്. സിനിമയെ എങ്ങനെ സമീപിക്കണം എന്ന് മോഹൻലാലിൽ നിന്നും ഒരുപാട് പഠിക്കാൻ കഴിഞ്ഞ ചില നിമിഷങ്ങളാണ് കിരീടത്തിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായത്. അതൊരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം എത്ര പെട്ടെന്നാണ് ആ മുഖത്തെ വികാരങ്ങൾ മിന്നി മറയുന്നത്. നമ്മുടെ കൂടെ അഭിനയിക്കുമ്പോൾ, സുരേഷിന്റെ കൂടെയും മജീദിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ ജോബിയിലായിട്ട് അഭിനയിക്കുന്ന സേതുമാധവൻ, സൈക്കിൾ പിടിച്ച് എന്നെ താഴെ തള്ളിയിടുന്ന സേതുമാധവൻ, സിറ്റുവേഷൻ അനുസരിച്ച് ആ മുഖത്ത് മാറുന്ന ഓരോ വികാരങ്ങളും, സേതുമാധവന്റെ മുഖത്ത് മിന്നി മറയുന്ന ഓരോ വികാരവും
ആദ്യത്തെ സീനിൽ സബ് ഇൻസ്പെക്ടറായിട്ട് വരുന്ന ആ അച്ഛൻ്റെ സ്വപ്നം തകരുന്ന ആ സീനൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ വളരെ ഇമോഷണലായിട്ട് ഇന്ന് കണ്ടായിരുന്നാലും ആർക്കും വളരെ ഇമോഷണലായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. ലോഹിതദാസ് എന്ന ആ വലിയ എഴുത്തുകാരൻ്റെ മനസ്സിൽ ഒരു സാധാരണക്കാരൻ സ്വപ്നങ്ങളുമായി ജീവിക്കുന്ന സേതുമാധവൻ നാളെ മകൻ സബ് ഇൻസ്പെക്ടർ ആവും, പോലീസ് ഫോഴ്സിൽ എന്നെക്കാളും ഉയർന്ന ഉദ്യോഗസ്ഥനായി മാറുന്ന സ്വപ്നം കാണുന്ന അച്യുതൻ നായരുടെ ആ സ്വപ്നം തകർന്നടിയുന്നത് കാണുമ്പോൾ ഏത് പ്രേക്ഷകന്റെയും മനസ്സിൽ ഒരു നൊമ്പരമായി തന്നെ ഉണ്ടാവും. അത് ഒരു സാധാരണക്കാരന്റെ ആക്ഷൻ ചിത്രമാണ്. അത് ട്രൂ ടു ലൈഫ് ആക്ഷൻ പിക്ചറാണ്. അതിലെ ഓരോ രംഗവും എവിടെയും നടക്കാവുന്ന കാര്യങ്ങളാണ്. അതൊരു കലാസൃഷ്ടി എന്ന നിലയിൽ മാത്രം അല്പം എക്സാജറേഷൻ ഉണ്ടായിരിക്കാം. ബാക്കി എല്ലാം ട്രൂ ടു ലൈഫ് ഫിലിമാണ് കിരീടം. ഇനി രസകരമായ അനുഭവത്തിലേക്ക് വരാം. എൻ്റെ വീട്ടിനടുത്തുള്ള ഈ നൈറ്റ് സീക്വൻസ്, ലാല് ആ കട വരാന്തിയിൽ കിടന്നുറങ്ങുമ്പോൾ തിലകൻ ചേട്ടൻ ടോർച്ചടിച്ച് നോക്കുന്ന ആ സീൻ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ അന്ന് എൻ്റെ വീട്ടിലായിരുന്നു ഇവരെല്ലാം ഉണ്ടായിരുന്നത്. ഇപ്പം മോഹൻലാലിൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു നിധിയായിട്ടൊരു കാര്യം കൊണ്ടുവന്നു. പറങ്കി അണ്ടിയിൽ മാറ്റിയ ഒരു പ്രത്യേക തരം ചാരായം. എൻ്റെ മദറിൻലോ എന്ന് പറഞ്ഞാൽ ഹെഡ് മിസ്ട്രസ് ആയിട്ട് റിട്ടയർ ചെയ്ത ഒരു ലേഡിയാണ്, വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ആരും മദറിലോ അറിയാതെ നിങ്ങൾ മാനേജ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അതൊന്നും അറിയില്ല, കുഴപ്പമില്ല, ഫ്രണ്ടിൽ ഒരു സൈഡ് റൂമുണ്ട്. അപ്പോൾ അങ്ങനെ മാനേജ് ചെയ്യാമെന്ന് വിചാരിച്ചു. വളരെ പ്രഷ്യസ് ആയിട്ട് കൊണ്ടുവന്നാണ്, പ്രസ്റ്റീജ് ഡ്രിങ്കുമാണ്. അതിങ്ങനെ കൊണ്ടുവന്ന് ശ്രീ സെവൻ ആർട്സ് വിജയകുമാർ, വെരി ടോൾ ഹാൻസം പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ, ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അല്പ കോൺഫിഡൻസ് കൂടിയെന്ന് തോന്നുന്നു, ഇങ്ങനെ ഒന്ന് കൈ വീശിയിട്ടിട്ട് അത് വീടിൻ്റെ മുറ്റത്ത് തന്നെ ഇട്ട് പൊട്ടിച്ചിട്ട് അത് എങ്ങനെയാണെന്ന് അറിയില്ല, സെക്കൻഡുകൾക്കുള്ളിൽ അതൊക്കെ റിമൂവ് ചെയ്തു. പക്ഷെ എൻ്റെ മദറിൻ്റെ അകത്ത് നിന്ന് വന്നിട്ട്, കെമിസ്ട്രി അധ്യാപിക കൂടിയാണ്, ഇവിടെ സ്പിരിറ്റ് മണക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല, സ്പിരിറ്റ് ഒന്നും ഇല്ല, തോന്നിയായിരിക്കുമല്ലോ. അല്ലല്ല, സ്പിരിറ്റിന്റെ സ്മെൽ എനിക്കറിയാം, ലാബിന്റെ സ്മെൽ എനിക്ക് അറിഞ്ഞൂടെ, സ്പിരിറ്റിന്റെ സ്മെല്ലുണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും മദ്യമാണെന്നുള്ളത് അങ്ങനെ ഇമാജിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ ആ സീനിൽ റിയലായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾ പലരും കരഞ്ഞുപോയി. കാരണം ഇത്രയും നല്ലൊരു ഡ്രിങ്ക് മിസ്സായതിൽ അവർക്ക് എല്ലാവർക്കും അന്ന് ഗ്ലിസറിൻ ഇടാതെ നമ്മുടെ കൂടെ ഉള്ള ഒരു കരയെന്ന് ഞാൻ കണ്ടു. ഇതൊക്കെയാണ് രസകരമായിട്ടുള്ള അനുഭവങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരു ചിത്രം വർഷങ്ങൾക്ക് ശേഷം, പാർവതി, താങ്ക് യു സോ മച്ച്. പാർവതിയുടെ നേരിട്ട് വർഷങ്ങൾക്ക് ശേഷം കാണുന്നു. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് പാർവതിയിലെ ഉണ്ട്. ദേവി എന്ന് പറയുന്നത് ആ ഉറപ്പെണ്ണിൻ്റെ വിചാരങ്ങൾ നമുക്കൊക്കെ സിമ്പതി തോന്നും. ആ കല്യാണം യാത്ര ഇങ്ങനെ പോകുമ്പോൾ മാറി നിന്ന് നോക്കുന്ന സേതുമാധവൻ, അത് ഏത് കാമുകൻ്റെയും ആ മനസ്സിലെ വ്യഥയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കിരീടം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലെ ഏറ്റവും അധികം അഭിമാനത്തിൻ്റെ ഒരു പ്രതീകമാണ്. അതോടൊപ്പം നൊമ്പരത്തിൻ്റെയും കൂടെ ഒരു പ്രതീകമാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് ഇല്ല. ഗുഡ് ഈവനിങ്. മലയാളികൾ ഇത്രയധികം സെലിബ്രേറ്റ് ചെയ്ത ഒരു സിനിമ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇപ്പോഴും അതിന് സെലിബ്രേഷൻ നടക്കുന്നു എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, അതിന് പകരം വയ്ക്കാൻ പറ്റാതാകും. ചില അത്ഭുതങ്ങൾ സംഭവിക്കും. അങ്ങനെ സംഭവിച്ച സിനിമയിലെ ഒരു അത്ഭുതമാണ് കിരീടം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടെ അഭിനയിച്ച ആൾക്കാരെ പറ്റി പറയുന്നില്ല, കാര്യം അവരാരും നമ്മളെ വിട്ടു പോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം എല്ലാ ദിവസവും അവരെ കാണുന്നുണ്ട്, പക്ഷെ നമ്മൾ അഭിനയിക്കുന്ന ആ ഫ്രെയിമിൽ അവരില്ല, അതിലാരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലെന്ന് സങ്കടത്തോടെ പിന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പം അവരെ മനസ്സിൽ ഓർക്കുന്നു എല്ലാവരെയും. ലോഹിയുടെ ഒരുപാട് സിനിമകൾ പിന്നെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറയുമ്പോഴാണ് പല കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നത്. തുമ്പികളുടെ സെറ്റിൽ അന്നും ഞാനും പാർവതിയായിട്ടൊക്കെ അഭിനയിക്കുന്ന സിനിമയാണ്. അവിടെയാണ് വന്ന് ഇതിൻ്റെ കഥ പറയുന്നു, അല്ലെങ്കിൽ ഒരു സിനിമ ഉണ്ടാകും എന്ന് പറയുന്നതൊക്കെ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കി. ഞാൻ മറന്നുപോയി. എല്ലാവരുമായിട്ടും വളരെയധികം സ്നേഹബന്ധം അതിപ്പോഴും തുടരുന്നു. ഇങ്ങനൊരു സിനിമ നിർമ്മിക്കാൻ തയ്യാറാകുക എന്ന് പറയുന്നത് തന്നെ ഭാഗ്യമാണ്. അപ്പം ഇങ്ങനൊരു സിനിമ നിർമ്മിച്ചതിന് ഉണ്ണി, ദിനേശ്,
മാത്രം ഞാൻ നിങ്ങളെ നന്ദി പറയുന്നു. വിജയകുമാർ, സിബി, അല്ലെങ്കിൽ കുമാർ, കൈതപ്പുറം സാർ, ശ്രീകുട്ടൻ, ഇതിൽ അഭിനയിച്ച എല്ലാവരും, പഠിപ്പിക്കുന്ന എല്ലാവരും, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഈ സമയം ഓർക്കുകയാണ്. ബിഗ് താങ്ക്സ് ടു NFDC. അതാണ് ഏറ്റവും വലിയ താങ്ക്സ് പറയേണ്ടത്. പലപ്പോഴും നമ്മുടെ സിനിമയുടെ ഒരു റെസ്റ്റോറേഷൻ ഒന്നും നമുക്കില്ല. ഒരുപാട് സിനിമകൾ സിനിമകൾ നഷ്ടപ്പെട്ടു പോയി, അതിൻ്റെ പ്രിന്റുകളൊന്നുമില്ല. പക്ഷേ ഇതാണ് ഇതിൻ്റെ അതിൻ്റെ ഒരു നന്മ കൊണ്ട് മാത്രമായിരിക്കാം എനിക്ക് തോന്നുന്നത് നാഷണൽ അവാർഡൊക്കെ കിട്ടിയത് കൊണ്ട് അതിൻ്റെ ഒരു പ്രിന്റ് ആർക്കൈവ്സിലേക്ക് പോയതായിരിക്കും. എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ സിനിമയിൽ അടുത്ത വർഷം കഴിഞ്ഞാൽ 50 വർഷമായി. ആദ്യത്തെ സിനിമ കഴിഞ്ഞ് പിന്നെ രണ്ടാമത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലേക്ക് എൻ്റെ അവസാന ദിവസമാണ് ഞാൻ പോകുന്നത്. അവർക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. അങ്ങനെ അവിടെ ചെന്ന് എന്നോട് അഭിനയിക്കാൻ പറഞ്ഞു. ഒരു സീൻ തന്നിട്ട് അഭിനയിക്കാൻ പറഞ്ഞു. അന്ന് അതിലെ ഡയറക്ടർ ഫാസിലുണ്ട്, പിന്നെ ജിജോ ഉണ്ട്, സിബി മലയിലുണ്ട്, വേറെ കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ ആ സീനൊക്കെ അഭിനയിച്ചു കഴിഞ്ഞിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ സമയത്ത് അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പറയാണ്. അത് കഴിഞ്ഞ് 10ലാണ് മാർക്കിടുന്നത്. 10 അല്ലെങ്കിൽ 100ലാണ്, 100ലാണ് മാർക്കിടുന്നത്. അങ്ങനെ ഓരോരുത്തർ മാർക്കിട്ടു. അന്ന് എനിക്ക് ഏറ്റവും നല്ല മാർക്ക് തന്ന് എന്നെ സഹായിച്ച ആളാണ് സിബി. 2 മാർക്ക്, 100ൽ 2 മാർക്ക് തന്നു. പക്ഷെ അദ്ദേഹം എനിക്ക് പിൽക്കാലത്ത് 2 നാഷണൽ അവാർഡ് തന്നു. എൻ്റെ ആദ്യത്തെ നാഷണൽ അവാർഡ് കിരീടത്തിനായിരുന്നു, അന്നത്തെ സ്റ്റേറ്റ് അവാർഡ്. അതുപോലെ അടുത്തത് ഭരതം, അന്നും നാഷണൽ അവാർഡാണ്. അത് കഴിഞ്ഞ സ്റ്റേറ്റ് അവാർഡ്. ശരി, താങ്ക് യു സോ മച്ച്. അതായത് നമ്മൾ ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ സാധിച്ചു. പിന്നെ സിനിമയുടെ പല മാറ്റത്തിലൂടെയൊക്കെ ഓരോരുത്തർ സഞ്ചരിക്കുന്നു. അതിൻ്റെ അതായിട്ടുള്ള മാറ്റങ്ങൾ സിനിമയിലുണ്ടാകും. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. അതിലെ ഗാനം, ഇത്രയും മനസ്സിൽ കൊള്ളുന്ന ഒരു ഗാനം, പിന്നെ മലയാളത്തിൽ ഒരുപാട് ഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന് പറയുന്ന ആ ഗാനം എത്രയോ ആൾക്കാരുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഒരു ദിവസമെങ്കിലും ആ പാട്ട് കേൾക്കാതെ ആ ഒരു മലയാളി ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ കൈതപ്പുറം സാർ, അത് പറയാൻ പറ്റുന്നില്ല, അമ്മയുടെ ഇമോഷൻസ്, ശ്രീകുട്ടൻ, എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. ഒരുപാട് സന്തോഷം. കാര്യം 37 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു സിനിമ വീണ്ടും റിലീസാകുക എന്ന് പറയുന്നതിൻ്റെ സന്തോഷമുണ്ട്. പക്ഷേ ഇങ്ങനൊരു സിനിമ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുകയും മനസ്സിൽ കൊണ്ടടക്കുകയും ചെയ്യുന്ന സിനിമ. എനിക്ക് എൻ്റെ ജീവിതത്തിലെ ആസ് ആൻ ആക്ടർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ് കിരീടം. പറയേണ്ട കാര്യമില്ല. ഒരുപാട് പേർക്ക് സേതുമാധവൻ എന്ന് പറയുന്ന ആളുടെ ദുഃഖം ഞാനിപ്പം ഈയിടെ വീണ്ടും വന്നപ്പോഴാണ് അതിൻ്റെ ട്രെയിലർ കണ്ടത്. അപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തി. ആൻഡ് ഏറ്റവും ഒരിക്കലും പറയാൻ പാടില്ലാത്ത ചില രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ജഗദീഷിനോട് പറയാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ വേറെ എന്തോ കാര്യം പറയുന്നത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പക്ഷെ കുറച്ച് കൂടുതൽ പറയും. അങ്ങനെയൊന്നും അല്ല. ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നത് അവിടെ വെച്ചു. അപ്പം ഇതിൻ്റെ അകത്ത് പോയപ്പോൾ ഇയാള് തന്നെ പോയിട്ട് 2 ഗ്ലാസ് എന്നിട്ട് അവിടുത്തെ മേശപ്പുറത്ത് വെച്ചു. അതേ അമ്മ എന്ന് പറയില്ല, അതൊക്കെ ഞാൻ നോക്കണം. അപ്പൊ അമ്മ ഇങ്ങനെ എന്തോ നടന്ന് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നു. താന് 2 ഗ്ലാസ് ഇവിടെ വെച്ചിരിക്കണേ, ഇതുകൊണ്ട് അതിനകത്ത് പോയി. അപ്പോ ലിസൺ ഇടാതെ കരഞ്ഞു എന്നൊക്കെ പറയുന്നത് സത്യമാണ്. പക്ഷെ എന്തെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ആരോടും പറയാൻ പാടില്ല എന്ന് പറയുന്ന രഹസ്യം ജഗദീഷിനോടും പിന്നെ മണിയമ്പിള്ളക്കാരോടും. എന്തായാലും ആ സൗഹൃദം എന്നും നിൽക്കുന്നു. കിരീടം മുന്നേയാലും ഇതിന്റെ കാര്യം കിരീടം പാലം, ഒരു സിനിമയുടെ പേര് ഇതിനൊക്കെ ഇടുക എന്ന് പറയുന്ന അത്രത്തോളം ആ സിനിമയുമായിട്ട് ആ സ്റ്റേറ്റ് ബന്ധപ്പെട്ടിരുന്നു. കാര്യം ഇതൊരു ചുമ്മാ ഇടാൻ പറ്റുക, ഗവൺമെന്റ് അപ്രൂവലും കൂടെ വേണം. അതിലഭിനയിച്ച് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഓർക്കുന്നു. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാരെ ഓർക്കുന്നു. രൂപിതദാസിനെ പ്രത്യേകിച്ച് ഈ സമയത്ത് ഓർക്കുന്നു. ആൻഡ് താങ്ക് യു സർ വൺസ് അഗെയിൻ ഫോർ കൺസിഡറിങ് യെസ് ആൻഡ് പ്രിസർവിങ് ദിസ് റെസ്റ്റോറേഷൻ ഇസ് എ ബിഗ് പ്രോഗ്രാം. നമ്മളെ ഒരുപാട് വർക്ക്ഷോപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. സാറ് പറയായിരുന്നു, തീർച്ചയായിട്ടും നിങ്ങളുടെ ആരുടെങ്കിലും ഇത്തരം പോസ്റ്ററുകളോ പഴയ ഫോട്ടോസോ
അങ്ങനെയുള്ള ഈ സിനിമകളിലുണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്റ്റർബ് ഇറ്റ്. അപ്പോൾ ഇപ്പം അതിൻ്റെ ടോട്ടൽ അതിൻ്റെ കോൺസെപ്റ്റൊക്കെ മാറി. ഇപ്പം പണ്ട് ഫിലിം ബോക്സുകളിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിടും, പിന്നെ അത് കളഞ്ഞു പോകും. പക്ഷെ അതൊക്കെ മാറി. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇതിൻ്റെ പുറകിൽ ബോഡി അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. സോറി ആ തീർച്ചയായും ഓക്കെ. അല്ല, ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും വിജയകുമാറിൻ്റെ പേരിൽ ഞാൻ എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇത് നല്ലത് സംഭവിക്കട്ടെ. ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട സിനിമയാണ്, പക്ഷെ അവർ കണ്ടത് വേറൊരു ഫോമാറ്റിലാണ്. അതൊരു പുതിയ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. സേതുമാധവൻ്റെ ദുഃഖത്തിലൂടെ ഒരിക്കൽ കൂടി സഞ്ചരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു പുതിയ അനുഭവമായിട്ട് മാറട്ടെ. താങ്ക് യു സോ മച്ച്. വിഷിംഗ് യു ഓൾ എ വണ്ടർഫുൾ ഈവനിംഗ്. താങ്ക് യു സോ മച്ച് ലാലേട്ട. സോ യെസ്, കിരീടം അങ്ങനെ 37 വർഷങ്ങൾക്ക് ശേഷം ഈ ജൂലൈ 3 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഡോൾബി അറ്റ്മോസിൽ 4K ദൃശ്യഭംഗിയോടുകൂടി ആ ചിത്രത്തിന്റെ നമ്മുടെ പുത്തൻ പുതിയ റീമാസ്റ്റേർഡ് വേർഷന്റെ ആ ഒരു ട്രെയിലർ കാണാനുള്ള കൗതുകത്തിലിരിക്കുന്ന ആരെയും ഇനി ഒട്ടും തന്നെ വൈകിക്കുന്നില്ല. ലാലേട്ട, we request you to kindly do the honor of launching the